ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ സെൻട്രലാൻഡിനെ തോപ്പിച്ച് യുണൈറ്റഡിന് സീസണിലെ മൂന്നാമത്തെ വിജയം. എന്താ പറയുക, ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. ടെൻഷൻ അടിക്കാണ്ട് കാണാൻ പറ്റിയൊരു മാച്ച് തന്നെയായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു എന്ന് വേണം പറയാം. സെൻട്രലാൻഡ് നമുക്കറിയാം, അവർക്കൊരു മികച്ച തുടക്കം തന്നെയാണ് ഈ സീസണിൽ കിട്ടിയത്. പക്ഷേ യുണൈറ്റഡ് അതിനേക്കാൾ മാറ്റിമറിച്ചെന്ന് വേണം പറയാം. മെയ്സൺ മൗണ്ടിന്റെ ആ ഒരു ഗോൾ എന്തായാലും എടുത്ത് പറയണം. ആളുടെ ആ ക്രോസിൽ ആളെ ഫസ്റ്റ് ടച്ച് എടുത്ത് ബോൾ കൺട്രോൾ ചെയ്ത് ഫിനിഷ് ചെയ്താണ്. മെയ്സൺ മൗണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം. ആള് പതിയെ പതിയെ ബാക്കായിട്ട് വന്നിട്ടുണ്ട്. എംബിയുടെ അസിസ്റ്റ് ആയിരുന്നു അത്. ആള് നല്ലവണ്ണം പ്രസ് ചെയ്യും. നമുക്കറിയാം മൗണ്ടിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യും. ആള് ഓടി നടന്ന് പ്രസ് ചെയ്യും. ഈ ക്യൂനിടയിൽ നമുക്കത് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ബെഞ്ചമിൻ സിസ്കോന്റെ ആയിരുന്നു രണ്ടാമത്തെ ഗോൾ. എന്താ പറയുക, ഒരു ടിപ്പിക്കൽ സ്ട്രൈക്കറിന്റെ ഗോൾ തന്നെയായിരുന്നു അതും. കോർണറിൽ നിന്ന് വന്നൊരു പന്ത് ആളെ ടാപ്പിൻ ചെയ്ത് കറക്റ്റ് ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആളുടെ ലിങ്ക് പ്ലേ ആയാലും ആളെ ഏരിയയിൽ കുറെ ഫൈറ്റ് ചെയ്യണുണ്ടായിരുന്നു ആള്. പിന്നെ എന്താ പറയാ, ലിങ്ക് പ്ലേ 2-3 പാസുകൾ അമാദിനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എംബിയുമൊക്കെ കൊടുത്തൊരു പാസ് എംബിയുമൊക്കെ, പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതും നല്ലൊരു പാസ് തന്നെയായിരുന്നു. സോ എംബിയുമോ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു മാച്ച് തന്നെയായിരുന്നു എംബിയുമൊക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രണ്ട് ത്രീ എന്താ പറയാ, ഗോൾ സ്കോറിങ്ങും അസിസ്റ്റ് ഒക്കെ ആയിട്ട് നീണ്ട കാലത്തിന് ശേഷം വന്നിട്ടുണ്ട്. പിന്നെ ലാമിൻസിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ആള് യുണൈറ്റഡിൽ വന്നിട്ട് ആളുടെ ഒരു ഫസ്റ്റ് ഡെബ്യൂട്ട് ആയിരുന്നു. എന്താ പറയാ, ഒരു ഗോൾ കീപ്പർ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ആള് ചെയ്തിട്ടുണ്ട്. ആള് 2 ഫൂട്ടിനും പാസുകൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. വീക്ക് ഫുട്ട് ഇല്ല എന്നാണ് നിലവിൽ നമുക്ക് ഈ കളി കാണുമ്പോൾ മനസ്സിലാവണം. പിന്നെ സേവുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം എന്താ പറയാ, ഒരു ഗോൾ കീപ്പർ എങ്ങനെയാണോ ഒരു കളിയിൽ നിൽക്കേണ്ടത്, നമ്മൾ കുറെ കാലമായിട്ട് കാണാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. 1-on-1 സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അത് സേവ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, ലോങ് ബോൾ ക്രോസ് പിടിച്ചിരുന്നത് നമ്മുടെ ടീമിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അതൊക്കെ കാണുമ്പോൾ ഫാൻസ് വരെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഗോൾ അടിച്ച രീതിയിലുള്ളൊരു ഇത് പെർഫോമൻസ് ആയിരുന്നു. നിലവിൽ ഫാൻസിന്റെ കയ്യിൽ നിന്നും ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ടീം മൊത്തത്തിൽ നന്നായിട്ട് തന്നെ പെർഫോമൻസ് നടത്തിയെന്ന് പറയാം. അങ്ങനെ ഡാലോട്ട് മാത്രമാണ് ഇത്തിരി മങ്ങിപ്പോയത്. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ കസമീരോ തരക്കേടില്ലായിരുന്നു. പിന്നെ നമുക്കറിയാം, ആളൊരു യെല്ലോ കാർഡ് മേടിച്ചപ്പോൾ തന്നെ വലിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ചെൽസി ആയിട്ടുള്ള ഗെയിം പോലെ ആയി പോകും. ഒരു സില്ലി ഫൗൾ തന്നെയായിരുന്നു അത്. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഡിലേറ്റ് ആയിരുന്നു. ഡിലേറ്റ് കുറച്ച് മത്സരങ്ങളായിട്ട് ആളൊരു എന്താ പറയുക, ഒരു വാള് തന്നെയാണ്. ടീമിന്റെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ലൂക്ക് ഷോ ഒക്കെ ഡീസന്റ് ആയിരുന്നു. ആളെ 2-3 ട്രയോരായിട്ട് 2-3 1-on-1 സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമാദ് കഴിഞ്ഞ കളി ഉണ്ടായിരുന്നില്ല, ഈ സീസണിൽ ഇപ്പൊ വന്ന്. സോ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അങ്ങനെ ടാക്ടിക്കലി എന്തൊക്കെയോ വർക്ക് ആയതുപോലെ പേഴ്സണലി എനിക്ക് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പങ്ങളുണ്ട് നിലവിൽ. ഇപ്പോഴും ബ്രൂണോനെ വലിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്രൂണോനെ എപ്പോഴും അവിടെ തന്നെ കയറ്റിയിടുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്തോ എനിക്കിപ്പോഴും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഉഗാർട്ടനെയും കോബി മെനുവിനെയൊക്കെ ഇറക്കാൻ ശ്രമിക്കുക. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു യുണൈറ്റഡ് ഫാൻസിന്. കുറെ കാലത്തിന് ശേഷം എന്താ പറയാ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം. നമ്മളെല്ലാ മത്സരങ്ങളും നിലവിൽ ഹോം മത്സരങ്ങളാണ് വിജയിച്ചേക്കണം. അടുത്ത മത്സരം നമുക്കറിയാം ലിവർപൂളായിട്ടാണ്, അതും ആൻഫീൽഡിൽ പോയിട്ട്. അപ്പൊ എന്തായാലും ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കുള്ളൂ. പക്ഷെ ഇപ്പോ ലിവർപൂളിന്റെ കാര്യങ്ങളും അത്ര എന്താ പറയാ ഇതല്ല. കാരണം അവര് തോറ്റുകൊണ്ടിരിക്കണേണ് നമുക്കറിയാം. ഇപ്പൊ 2-3 മത്സരം അടുപ്പിച്ച് തോറ്റിട്ടുണ്ട്. അപ്പൊ സ്ലോട്ടിന്റെ കാര്യം സാക്കിയൊന്നുമില്ല, പക്ഷെ അവരുടെ പെർഫോമൻസ് വളരെ താഴ്ത്തോട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം.